ഹായ് ഹലോ പനക്കത്തിയാന്നീ എല്ലാവർക്കും സുഖല്ലേ. അപ്പൊ ഇന്ന് നമ്മുടെ മൈ ഓണം കിച്ചൺ സീരീസിൽ 10ാമത്തെ ദിവസമാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ദിവസത്തെ ഈ വീഡിയോ കൊണ്ട് നമ്മുടെ ഓണം സീരീസ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ ഇന്ന് നമ്മൾ എന്താ തയ്യാറാക്കാൻ പോകുന്നത് നോക്കിയാലോ. അപ്പൊ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു രസമാണ് കേട്ടോ. അപ്പൊ അതിനായിട്ട് വേണ്ട സാധനങ്ങൾ എന്ന് പറയുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ തക്കാളിയാണ് കുനുകുനാ അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് എന്ന് പറയുന്നത് കുരുമുളക് പൊടിച്ചെടുത്തതാണ് കേട്ടോ, ഒന്ന് ചതച്ചിട്ട് ഞാൻ എടുത്തതാണ്. പിന്നെ ജീരകം, വേപ്പില, മല്ലിയില, പച്ചമുളക്, പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ശർക്കര എടുത്തിട്ടുണ്ട്. പിന്നെ ഒപ്പം വാളംപുളി എടുത്തിട്ടുണ്ട്. പിന്നെ കായവുമാണ് എടുത്തിരിക്കുന്നത്. ഇത് കായം പൊടി എടുത്താലും മതിയേ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ പുളിവെള്ളം ഒന്ന് റെഡിയാക്കാം. അപ്പൊ അതിനായിട്ട് ഞാൻ ഒരു പുളി കഷ്ണം എടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഇതിലോട്ട് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഇതുപോലെ ഒരു സ്പൂൺ വെച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിവിടെ ഇരുന്ന് നമുക്ക് സെറ്റായി എടുക്കട്ടെ. ആ നേരം കൊണ്ട് നമുക്ക് അടുത്ത പരിപാടി ചെയ്യാം. എന്നിട്ട് ഇതുപോലെ ഒരു ചട്ടി ഞാൻ വെച്ചിട്ട് ചട്ടിയിൽ എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയാണ്. ഒപ്പം തന്നെ ഇതിലേക്ക് ഞാൻ വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അടുത്തത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഇച്ചിരി ജീരകമാണ് കേട്ടോ. ഒപ്പം തന്നെ ഇതിലേക്ക് ഞാൻ കുരുമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഇപ്പൊ കാണിച്ചപ്പോൾ കാണിക്കാൻ വിട്ടുപോയ ഒരു സാധനമാണ് വറ്റൽമുളകാണ്. അപ്പൊ അത് 2 കഷ്ണം ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് നല്ലതുപോലെ വാടി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കിയ പുളിവെള്ളം കൂടി ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇത് ഒരുപാട് വെള്ളം ഞാൻ ചേർക്കുന്നില്ല. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിൽ വെള്ളം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പൊ ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ. അപ്പൊ വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ചു വന്നപ്പോഴേക്കും ഞാൻ ഇതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഒപ്പം തന്നെ ഇതിലേക്ക് 2 കഷ്ണം പച്ചമുളക് നെടുകെ കീറിക്കൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയൊരു പീസ് ശർക്കരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒത്തിരി ചേർത്ത് കൊടുക്കണ്ട, കുറച്ച് മാത്രം മതി. ഇനി ഇതിലേക്ക് ഞാൻ കായമാണ് ചേർത്ത് കൊടുക്കുന്നത്. കായം കൂടെ ചേർത്ത് നല്ലതുപോലെ തന്നെ ഇളക്കി എടുക്കുന്നുണ്ട്. തന്നെ ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അവസാനമായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. രസത്തിന് മല്ലിയില ഒരു നല്ലൊരു ഫ്ലേവർ തന്നെ നമുക്ക് നൽകും. അതുകൊണ്ട് തന്നെ ഈ മല്ലിയില ഞാൻ ഇച്ചിരി അധികമായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ രസം ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. നമ്മൾ സദ്യയൊക്കെ കഴിച്ചു കഴിയുമ്പോൾ ഈ രസവും തൈരും കൂടെ ചേർത്ത് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് പറയാറുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും ഈ ഓണത്തിന് ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. അപ്പൊ ഇതുപോലെയുള്ള വീഡിയോകളുമായിട്ട് നമുക്ക് ഇനിയും കണ്ടുമുട്ടാം. അപ്പൊ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.